ഗൗരീശങ്കരത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വേണി കല്ലുതുള്ളി ആദർശിൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, ഈ സന്ധ്യച്ചീനെ എത്രയും പെട്ടെന്ന് പറഞ്ഞു വിട്ടേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ ആദർശ് പറയും, കാര്യം എന്താണെന്ന് പറ, അല്ലാണ്ട് ഇങ്ങനെ ചുമ്മാ നീ ദേഷ്യപ്പെടാതെ വേണി എന്ന് പറയുമ്പോൾ പറയുവാണ് കേട്ടോ, നമ്മുടെ നന്ദിനിയമ്മ ആരതിക്ക് എന്തോ ഇഷ്ടപ്പെട്ടോ ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ ഇടയ്ക്ക് വന്നിവർ എനിക്ക് എന്തോ ഫുഡ് ഉണ്ടാക്കാനാന്ന് പറഞ്ഞു, ഈ പോക്കാണ് ഈ വീട്ടിലെല്ലാവരും നമ്മുടെ ശത്രുക്കളാവും എന്നൊക്കെ പറഞ്ഞ് സങ്കടം പറയുമ്പോൾ നമ്മുടെ ആദർശ് പറയുകയാണ്, സത്യം നമുക്ക് ഗൗരിയോടും ശങ്കറിനോടേലും പറയാം, അല്ലാണ്ട് ഈ പോക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെ നമ്മുടെ കൈവിട്ട് പോകുമെന്ന് പറയുമ്പോൾ വേണി സമ്മതിക്കുകയാണ് കേട്ടോ. എന്നിട്ട് വേണിയാണെങ്കിൽ നമ്മുടെ ഗൗരിയോട് ചോദിക്കുകയാണ്, നാളെ ഒന്ന് കാണാൻ പറ്റുമോ, രണ്ടുപേർക്കൂടെ ഒന്ന് വരാൻ പറ്റുമോ തിരുവനന്തപുരത്ത്, പക്ഷേ വീട്ടിൽ വരണ്ടെന്നൊക്കെ പറയുകയാണ് കേട്ടോ. ഈ കാര്യമൊക്കെ നമ്മുടെ ഗൗരി ശങ്കറിനോട് പറയുമ്പോൾ ശങ്കർ പറയുന്നുണ്ട്, നീ നന്ദിനിയമ്മേനൊന്ന് വിളിച്ച് ചോദിച്ചേ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഗൗരി പറയുകയാണ്, അത് വേണ്ട, എന്തായാലും വേണീനെ ആദ്യം കാണാം, അവർക്ക് എന്താ പറയാനുള്ളത് കേട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ നന്ദിനിയമ്മയോട് ചോദിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ശങ്കർ ഭായി നാളെ തന്നെ പോകണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ശങ്കർ ഭായിയുടെ മനസ്സിൽ പെട്ടെന്ന് വരുവാണ് കേട്ടോ, ധ്രുവൻ്റെ മറ്റേ ശിവാനി ആ പെൺകൊച്ച് തിരുവനന്തപുരത്തല്ലേ, പോവുകയാണെങ്കിൽ അവളെപ്പറ്റിയും കൂടെ അന്വേഷിക്കാമല്ലോ എന്ന് ഓർത്ത സന്തോഷത്തിൽ നമ്മുടെ ശങ്കർ പറയുകയാണ്, അന്ന് വേണ്ടാത്ത വെച്ച് താമസിപ്പിക്കേണ്ട, നാളെ തന്നെ പോകാമെന്ന് പറയുകയാണ്. എന്നിട്ട് പിറ്റേ ദിവസം അവരാണെങ്കിൽ കാണാൻ വേണ്ടി ചെല്ലുവാണ് കേട്ടോ. നമ്മുടെ ആദർശിനെയും കൂട്ടിക്കൊണ്ട് വേണി ഒരു മലയുടെ മുകളിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പം ഗൗരിയും ശങ്കറും കൂടെ അവിടെ വരുന്നുണ്ട്. ഗൗരിയും ശങ്കറും ചോദിക്കുകയാണ് കേട്ടോ, എന്തിനാണ് ഇവിടെ വന്നേ, വീട്ടിൽ നിന്ന് കണ്ടാൽ പോരായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ വേണിയും ആദർശും ഉള്ള സത്യം പറയുകയാണ് കേട്ടോ, നിങ്ങൾ ഓർക്കുന്ന പോലെയല്ല, വേണി പ്രഗ്നൻ്റ് അല്ല എന്ന് പറയുമ്പോൾ ഇവരാകെ കൂടെ ഞെട്ടിപ്പോവാണ് കേട്ടോ. എന്നിട്ട് വേണി പറയുന്നുണ്ട്, ഏട്ടൻ എൻ്റെ കൂടെ നിൽക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ ശങ്കർഭായിക്ക് ആകെ ദേഷ്യം വന്നിട്ട് പറയുകയാണ്, ഇതൊന്നും പറ്റത്തില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ഗൗരി പറയാണ്, അത് പറഞ്ഞാൽ പറ്റില്ല, നമുക്ക് ഇവരുടെ കാര്യം എന്താണെന്ന് കേട്ടിട്ട് ഇവരെ സഹായിക്കണം എന്ന് പറയുമ്പോൾ ശങ്കർ പറയുകയാണ്, നീ വലിയ നാത്തൂൻ സ്നേഹം കാണിക്കണ്ട കേട്ടോ എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ ഗൗരി പറയുകയാണ്, നാത്തൂൻ സ്നേഹം കൊണ്ടല്ല, ശങ്കറിന് വേണീനെ സഹായിക്കേണ്ട കടമയുള്ളതാണ്, പണ്ട് ശങ്കർ എന്നെപ്പറ്റി ഇതുപോലെ കള്ളം പറഞ്ഞതല്ലേ, എന്നെ അതിന് കൂട്ടു നിർത്തിയതല്ലേ എന്നൊക്കെ പറയുമ്പോൾ ശങ്കർ പെട്ടല്ലോ എന്നുള്ള അവസ്ഥയാവുകയാണ് കേട്ടോ. എന്നിട്ട് ശങ്കർ പറയണം, എന്തേലും ആട്ടെ, എങ്ങനെയുള്ള അച്ഛനോട് പറയാം എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ വേണിക്കും ആദർശനും സമാധാനം ആവുകയാണ് കേട്ടോ. എന്നിട്ട് കാര്യം എന്തിനാ നീ ഇങ്ങനെ കള്ളം പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ പറയുകയാണ്, അത് ഓഫീസിൽ ആ ശിവരഞ്ജിനി ആദർശാണ്ട് പുറകെ നടന്നപ്പോൾ അപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഞാൻ പറഞ്ഞു പോയതാന്ന് പറയുമ്പോൾ ഇവർക്ക് ഓക്കെ നമ്മുടെ വേണിയുടെ അവസ്ഥ മനസ്സിലാവുകയാണ് കേട്ടോ. അത് കഴിയുമ്പോഴേക്കും തിരിച്ച് നമ്മുടെ ശങ്കറും ഗൗരിയും കൂടെ തൃശ്ശൂർ എത്തുവാണ്. ആ സമയത്ത് നമ്മുടെ മഹാദേവനാണെങ്കിൽ നമ്മുടെ മണിമുത്തശ്ശിയോട് സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മണിമുത്തശ്ശി മണി ഇങ്ങനെ ഓരോ തവണ കൂട്ടുന്ന കേൾക്കുമ്പോൾ പറയാണ്, അമ്മ ഇപ്പോൾ പറയുന്നതൊക്കെ എനിക്ക് എന്താ കുറേശ്ശെ മനസ്സിലാവുന്നുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ അമ്മയോട് പറയുകയാണ്. അമ്മ കുറച്ചുകൂടെയൊക്കെ മണി കൂട്ടിക്കേ, ഞാനത് കേട്ടിട്ട് അമ്മ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ പറയാമെന്ന് പറയുമ്പം പിന്നെ അവരങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് നമ്മുടെ ഗൗരി ശങ്കറും വന്നിട്ട് പറയുവാണ്, എങ്ങനെയാണ് ഇപ്പം അച്ഛനോട് പറയേണ്ടതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഗൗരി പറയുകയാണ്, ഞാൻ പറയുന്ന രീതിയിൽ ചെന്ന് പറയാവോ എന്നൊക്കെ ശങ്കുവിനോട് ചോദിക്കുമ്പോൾ ശങ്കു പറയും, പറ എങ്ങനെയാണെന്ന് പറയാമെന്ന് പറയുമ്പോഴേക്കും ശങ്കറിനോട് ഗൗരി പറയുകയാണ്, അച്ഛന് ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടം എന്നെയല്ലേ, ശങ്കറിനെയല്ലേ, അപ്പം ശങ്കർ ഒരു കാര്യം പറഞ്ഞാൽ കേൾക്കുമോ എന്ന് ചോദിച്ചാൽ സമ്മതം മേടിച്ചിട്ട് വേണം പറയാമെന്ന് പറയും. അതൊക്കെ കേട്ട് പ്രിപ്പയർ ആയിട്ട് നമ്മുടെ ശങ്കർഭായി മഹാദേവൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ് കേട്ടോ. അടുത്ത് ചെല്ലുമ്പോഴേക്കും മഹാദേവൻ ആദ്യമേ പറയുന്നത് വെച്ചാൽ നമ്മുടെ വേണിമൊക്കൊരു ഉണ്ണി ഉണ്ടായി കഴിഞ്ഞാൽ അവനോട് ഏറ്റവും സംസാരിക്കുന്ന മണിമുത്തശ്ശിയായിരിക്കും, കാരണം ഇവർക്ക് കുഞ്ഞ് സംസാരിക്കുന്നതോളം വരെ ഭാഷയുടെ ആവശ്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ നേരത്ത് ശങ്കർ ഇത് കേട്ട് ശങ്കറിൻ്റെ കിളി പോവാണ് കേട്ടോ. ശങ്കർ ഇനിയിപ്പോൾ എന്നാ ചെയ്യുമെന്ന് ഓർത്ത് ഇങ്ങനെ നിൽക്കുവാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അച്ഛൻ ഇത് ആങ്കൊച്ചാന്ന് ഉറപ്പിച്ചോ എന്ന് ചോദിച്ചപ്പോൾ ഉറപ്പിക്കുക മാത്രമല്ല, ഞാനൊരു പേരും കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞപ്പോഴേക്കും ഗൗരി ശങ്കറും ഇങ്ങനെ ഞെട്ടി നിൽക്കുവാണ്. ആ സമയത്ത് നമ്മുടെ ശങ്കർ പറയുന്നുണ്ട്, അച്ഛൻ എനിക്കൊരു കാര്യം പറയാനുണ്ട്, പക്ഷെ അച്ഛൻ അത് ഞാൻ പറയുന്ന രീതിയിൽ ഉൾക്കൊള്ളണം എന്നൊക്കെ പറയുമ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് ശങ്കറിനെ നോക്കി നിൽക്കുവാണ് കേട്ടോ. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ.